മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്നൊരു വാർത്തയാണ് ലഭ്യമാവുന്നത്. ചിറക്കൽ തുണ്ടത്തിൽ ഹരിദാസിന്റെ 50ഓളം വാഴകളും തെങ്ങ്, കവുങ്ങ്, പച്ചക്കറികൾ എന്നിവയുമാണ് ആനകൾ നശിപ്പിച്ചത്. കുട്ടികളടക്കം 6 കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. തൃശൂർ അതിരപ്പള്ളി മേഖലകളിൽ കാട്ടാന ഭീതി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിരപ്പള്ളിയിലാണ് വീണ്ടും ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉള്ളത്. ചിറക്കൽ തുണ്ടത്തിൽ ഹരിദാസിന്റെ 50ഓളം വാഴകളും അതുപോലെ തന്നെ തെങ്ങ്, കവുങ്ങ്, പച്ചക്കറികൾ എന്നിവയും ആനകൾ നശിപ്പിച്ചിട്ടുണ്ട്. വൻതോതിലുള്ള ഒരു കൃഷിനാശം തന്നെയാണ് ആ ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. കുട്ടികളടക്കം 6 കാട്ടാനകളാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. കുറച്ചു മുന്നേ നമ്മൾ ഒരു കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും അതിരപ്പള്ളിയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം. ഈ അതിരപ്പള്ളി മേഖലകളിലൊക്കെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും ജനവാസ മേഖലയിലേക്ക് കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം ഉള്ളത്. നിലവിൽ ചിറക്കൽ തുണ്ടത്തിന് സമീപം ഹരിദാസിന്റെ 50ഓളം വാഴകളും മറ്റ് പച്ചക്കറികളും എല്ലാം ആന നശിപ്പിച്ചു എന്നൊരു വാർത്തയാണ് ലഭ്യമാകുന്നത്. ഇത്തരത്തിൽ 6 കുട്ടി ആനയടക്കം 6 ആനകളാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. വൻതോതിലുള്ള കൃഷിനാശം അടക്കമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിരപ്പള്ളിയിലാണ് ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യം നിലവിലുള്ളത്. വഴിന്ന് മാറി നിൽക്കട്ടെ, വഴിന്ന്